നമ്മൾ ഈശോയുമായി ഒന്നായാലോ? യോഹന്നാൻ 3:30 നാം ഇല്ലാതെ വേണം. നാം ഇല്ലാതെ ആവുന്നുണ്ടോ? ഇല്ല. തർക്കത്തിന് കൊമ്പാണ് വരണത്. 2 വചനം കേട്ടിയാല. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് ആദ്യകാലത്തായിരുന്നു. അന്ന് എനിക്കിട്ട് പാര വെക്കണം, വചനം വേണ്ട. എവിടെയെങ്കിലും ചെന്ന പ്രാർത്ഥനക്കാരി പെണ്ണുങ്ങൾ എനിക്കിട്ട് വചനം കൊണ്ട് ഇങ്ങനെ പാര വെക്കും ഇതൊക്കെ പറഞ്ഞ്. അപ്പൊ ഒരിക്കൽ വല്യമ്മയിരുന്നു ഭയങ്കര പ്രാർത്ഥന, വചനം പറയാനില്ല. ഞാൻ എന്ത് വചനം പറഞ്ഞു? ഞാൻ തുടങ്ങുന്നത് യോഹന്നാൻ 14:6, യോഹന്നാൻ 8:19 ആ സമയത്ത്. എന്താണ്? നിങ്ങൾ എന്നെ അറിയുന്നില്ല, എന്നെ അറിഞ്ഞിരുന്നാൽ എന്റെ പിതാവായ ദൈവത്തെ അറിഞ്ഞു. യോഹന്നാൻ 14:6, ഞാനാണ് വഴി സത്യവും ജീവനും, എന്നിൽ കൂടി അല്ലാതെ ഒരൊറ്റൊരുത്തന് പോലും ഒരു കൃപയും കിട്ടാൻ പോകുന്നില്ല ഈശോ ഇല്ലാതെ. അതാ അമ്മയായ മറിയത്തിൽ കൂടി വരുന്ന കൃപ. ഈ മറിയത്തിന്റെ കൃപ അപാര കൃപയാണ്. അതറിയാൻ പാടില്ലാത്ത കാര്യം എന്തുകൊണ്ടാണ്? ഈശോയിൽ വരുന്നില്ല, പൂർണ്ണ ഹൃദയം കൊടുത്തിട്ടില്ല. ഈശോയ്ക്ക് ആവശ്യം പൂർണ്ണ ഹൃദയമാണ്. ഇത് പപ്പാതിയാ കൊടുക്കുന്നത്. സ്വന്തം കാര്യം വരുമ്പോ ഈശോനെ വിട്ടുകൊണ്ട് ലുക്കാ 2:21 എല്ലാവരും സ്വന്തം കാര്യം നോക്കുന്നു, ഈശോയുടെ കാര്യം നോക്കാൻ ആരില്ല. വല്യമ്മയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞു തന്നെ ഏറ്റു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ 2 പാവികൾ വന്നിട്ടുണ്ടെന്ന്. ഞാൻ കൂടെ ഉണ്ടായ സഹോദരൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എവിടെ വിശ്വാസത്തെ തന്ത്രങ്ങളും ഈ തന്ത്രങ്ങൾ നമുക്കറിയാം. 2 കൊരിന്ത്യർ 2:10-11 അവന്റെ തന്ത്രങ്ങളെല്ലാം അറിയും. അതുകൊണ്ടാണ് ഒരു പ്രവാചകൻ വന്നാൽ ഉടനെ അറിയാൻ സാധിക്കും. കർത്താവിന്റെ കൃപയിലായതുകൊണ്ട് വെളിപാട് 2:2 കൂടി. അതുകൊണ്ടാണ് അനേകരും ഞങ്ങളെ എതിർക്കുന്നത്. കൂടെ നിൽക്കുന്നവർ പോകും വിട്ട്. സാധ്യമല്ല നിൽക്കാൻ. എന്തുകൊണ്ടാണ്? വിശുദ്ധി പാലിക്കാതെ, എളിമയില്ലാതെ ഒരാൾക്ക് കർത്താവിന്റെ കൂടെ നിൽക്കാൻ സാധ്യത. അല്ലെങ്കിൽ ആ നിമിഷത്തിൽ കൊണ്ടുവരും. അതുകൊണ്ടാണ് ലൂക്കാ 10:17-20 വല്യമ്മ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വല്യമ്മക്ക് ഒരു ഗ്ലാസ് എടുത്തിട്ട് വെള്ളം പ്രാർത്ഥിച്ചിട്ട് കൊടുത്തു കുടിക്കാനായി. വല്യമ്മ തലയെ കുത്തി താഴെ വീണു. വല്യമ്മയുടെ പ്രാർത്ഥനയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. അത് വരെവെങ്കിൽ മാതാവ് കിടന്നു, ഈശോ വെള്ളം ഉൾപ്പെട്ട് വന്നേക്കുന്നു. വല്യമ്മ പറഞ്ഞ എല്ലാം ഇവിടെ കേട്ടിട്ടുണ്ട്. കണ്ടോ? എല്ലാം ഇതുപോലെ വേറൊരു സ്ഥലത്ത് അനേക അനുഭവങ്ങളുണ്ട്.